ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. സോ നമ്മുടെ ഒപ്പം നമ്മുടെ ടൈറ്റൻ ഡൈവറുണ്ട്. ഹായ് പറയടാ. ഹായ്. നീട്ടി പറയണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാനി 3 ആണ് കളിക്കാൻ പോകുന്നത്. ഗ്രാനി 3. ഓക്കെ, ഗ്രാനി 3യിൽ നമ്മൾ ഗ്രാനിനെ വെച്ചാണ് കളിക്കാൻ പോകുന്നത്. സോ സ്ലെൻഡറിനെ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഭയങ്കര ശല്യമാണ് ഗൈസ്. ഇതെന്തോന്നാ അയ്യോ ഗ്രാഫിക്സ് എന്തോ പോലെ. ഓക്കെ, നമുക്ക് ഹൈ തന്നെ മതി. നമുക്ക് ഇപ്രാവശ്യം ഈസി ഗ്രാനി വേണോ? പ്രാക്ടീസ് മോഡ് മതിയാ? വേണ്ട ഗൈസ്, നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. നമ്മൾ ഗ്രാനിയിൽ നിന്ന് ഇവിടെ പെട്ടെന്ന് നോക്കി നമ്മൾ തിരിച്ചോടിക്കും ഗൈസ്. ഒരു കാര്യം പറഞ്ഞത് കാര്യമായിരിക്കും ഗൈസ്. ഞാൻ മറ്റേ ഐസ്ക്രീം 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ ഈ റെക്കോർഡർ എന്ത് തേങ്ങയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇൻട്രോ നമ്മുടെ ചാനലിൽ ഡബ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കാണുക. സോ ഇപ്പോൾ നമുക്ക് നേരമില്ല, കുറേ സംഭവങ്ങൾ നമ്മുടെ ഐസ്ക്രീമിനേക്കാളും കുറച്ചുകൂടി സംഭവങ്ങൾ ഇതിൽ ചെയ്യാണ്ട്. മാത്രമല്ല ഇടയിൽ ഗ്രാനിയൊക്കെ വരും. സോ അത് കാരണം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഓടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം പോവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്ക് പിക്ക് എടുക്കുക. ഇനി ഗ്രാനി ഏത് കാട്ടിലാണാവോ? സാധാരണ ഞാനൊരു ട്രിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഗ്രാനീനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ, പക്ഷെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ട്രിക്കൊന്നും ഉപയോഗിക്കണില്ല, ചീറ്റിംഗ് ഒന്നുമില്ല. നേരെ ഗ്രാനിയുടെ അണ്ണാക്കിലോട്ട് ഇത്ര തന്നെ. ഷോർട്ട് ഗണ്ണൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ഇവിടെ നമ്മുടെ ട്രെയിൻ ആക്സിലേറ്റർ ഇവിടെ ഉണ്ട് കേട്ടോ. ഓഹ് എൻ്റെ പൊന്ന് സ്കെലട്ടാ, നിനക്ക് ഇപ്പോഴെങ്കിലും നമ്മുടെ ഐസ്ക്രീം മാൻ്റെ പോലെ നമ്മുടെ ഇതൊന്നും എടുത്ത് എറിയാനൊന്നും പറ്റില്ല ഗൈസ്. സ്ലിംഗ് ഷോട്ട് തന്നെ വേണം ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിൻ ആക്സിലേറ്റർ കഴിഞ്ഞല്ലേ ഇത്. ഓക്കെ, ട്രെയിൻ ആക്സിലേറ്റർ കിട്ടിയിട്ടുണ്ട്. തുറക്കണോ ഗൈസ് വാതിൽ? ഗ്രാനി വരാവോ? ഗ്രാനിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലാ? കണ്ടില്ലടാ നമ്മൾ ഓടി. അയ്യോ ഗ്രാനിത്തള്ള ആയി. വരുന്നുണ്ട്. ഇങ്ങോട്ട് ബാ. ഇജ്ജ് പോടാ കള്ളിപ്പെണ്ണേ. ഗൈസ്, നമ്മൾ കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുകയാണ്. ഗ്രാനിയുടെ സ്പീഡ് ചെറുതായിട്ട് കൂടുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇഴഞ്ഞോടിക്കുന്നതിന് കാര്യമില്ല. ഓ ഗൈസ്, മേലിൽ പലക കിടപ്പുണ്ട്. ഇജ്ജ് പോടാ, ഇങ്ങോട്ട് വാ കള്ളിപ്പെണ്ണേ. ഗൈസ് കള്ളിപ്പെണ്ണ്, അയ്യോ നമ്മൾ കള്ളിപ്പെണ്ണിൻ്റെ അണ്ണാക്കിലോട്ടാണ് ഗൈസ് നേരത്തെ പോയത്. ഓക്കെ, ഗ്രാനി കണ്ടില്ല കേട്ടോ. നമ്മൾ നേരെ ഗ്രാനിയുടെ അണ്ണാക്കിൻ്റെ സൈഡിൽ കൂടെയാണ് ഗൈസ് പോയത്. പക്ഷേ ഗ്രാനി വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ ഗ്രാനിക്ക് നമ്മളെ ഇതും ലോക്ക് ചെയ്തിട്ട് നോക്കണം പുള്ളിക്കാരി. ഇനി ഏത് കാട്ടിക്കൂടെ വരാമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ വഴിയൊക്കെ വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. അയ്യോ ഗ്രാനി, കളിപ്പെണ്ണേ എവിടെ ഗൈസ് നമ്മുടെ കളിപ്പെണ്ണ്? ദാണ്ട് പോണ്. കണ്ട്. കളിപ്പെണ്ണേ ഇജ്ജ് പോടാ ഇറങ്ങിപ്പോടാ. ഇജ്ജ് പോടി. ഇനി മുതൽ ഇതെൻ്റെ വീടാ. ഇജ്ജ് പോടി. ഓക്കെ, നമുക്ക് മതിൽ ചാടി പോയാലാ? വേണ്ട, നമ്മുടെ ബൊമ്പർഡീനോ ക്രോക്കോഡീലോ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അത് വന്ന് നമ്മളെ അണ്ണാക്കിൽ കഴുത്ത് കടിച്ചോണ്ട് പോകും ഗൈസ്, പെടലെടുത്തോണ്ട് പോകും. ഇജ്ജ് പോടി. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഡോറ് തുറക്കാം. ഈ ഡോറ് ലോക്ക് ചെയ്തിട്ട് നോക്കണം ഗൈസ്. ഇനി ഏത് വഴിയാണ് വരാമെന്നൊരു പിടുത്തം ഉണ്ടാവത്തില്ല. വന്നു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഓടാം. ഗ്രാനിത്തള്ള എവിടെയാ? ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഗ്രാനി എവിടെയാന്ന് നമുക്ക് നോക്കണം. നമുക്ക് കല്ലൊക്കെ പറക്കി വെക്കണം ഗൈസ്. ഈ ട്രെയിൻ ആക്സിലേറ്റർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗ്രാനിത്തള്ള എവിടെയാണാവോ? ഗൈസ് ഗ്രാനിനെ കാണുന്നില്ല.
നമ്മുടെ ഗ്രാനിയുടെ മറ്റേ എലീനെ പിടിക്കുന്ന ട്രാപ്പൊക്കെ രണ്ടെണ്ണം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓഹ് ഡബിൾ സൈഡ് അറ്റാക്ക്. ഗ്രാനി ഏത് കാട്ടിലാണാവോ? ഓ ഗൈസ് ഫയർവുഡ്. ഓക്കെ നമ്മൾ 3 സംഭവങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ പ്ലാങ്ക്, പിന്നെ നമ്മുടെ കയ്യിൽ ആക്സിലേറ്റർ, പിന്നെ ഇവിടെ ഫയർവുഡ് സാധനം. ഓക്കെ ഗ്രാനിയേ നമ്മളെത്തിട്ടാ. കുഞ്ഞമ്മ റിച്ചാണ് ഗൈസ്. കണ്ട നമ്മളൊക്കെ ഒരു തേങ്ങ പൊളിക്കണമെങ്കിൽ വെട്ടോത്തേക്ക് എടുത്ത് വെട്ടണം. ഇവിടെ സ്പെഷ്യലായിട്ട് മെഷീനൊക്കെ ഉണ്ട് കണ്ടോ. പക്ഷെ അത് വെട്ടോത്തി വെട്ടാനല്ല, നമ്മുടെ തേങ്ങ. അമ്പോ ഇജ്ജ് പൊടി കള്ളിപ്പെണ്ണേ. ഈ കള്ളിപ്പെണ്ണിനെ കൊണ്ട് തോറ്റല്ല. ഹൈഡ് ആൻഡ് സീക്കൊക്കെ നമുക്ക് പിന്നെ കളിക്കാം. എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അത് ഈ മതിലിൻ്റെ സൈസ് ഒന്ന് കുറച്ചുള്ളൂ കേട്ടോ. എനിക്ക് അടുത്ത വട്ടം വരുമ്പോൾ എനിക്ക് ഈ മതിൽ അടിപ്പോണം. ഓക്കെ ഇറങ്ങിപ്പോടി അല്ലേ കള്ളിപ്പെണ്ണ്. ഓക്കെ നമുക്ക് എന്തായാലും ഗൈസ് ഇവിടുത്തെ ട്രാപ്പൊക്കെ പോയിട്ടില്ല. ഓക്കെ നമുക്ക് എന്തായാലും ട്രാപ്പിൻ്റെ അണ്ണാക്കി കുടുങ്ങാണ്ട് നേരെ സൈഡിൽ കൂടെ പോയിട്ട് നമുക്ക് ഈ ഒരു ഡ്രോവറൊക്കെ ഒന്ന് തുറന്നു നോക്കണം. ഡ്രോവർ. അയ്യോ ഗൈസ് പുള്ളിക്കാരത്തിയുടെ ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അവൻ്റെ കയ്യിലിരിക്കണ ബേസ്ബോൾ ബാറ്റ് വെച്ച് കിട്ടിയാണല്ലോ തീർന്ന്. ഓ ഗൈസ് ജനറേറ്റർ കേബിൾ. നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് ഗൈസ് ചെയ്യുന്നത്. നമുക്ക് ജനറേറ്റർ കേബിളൊന്നും വേണ്ട. ഓക്കെ നമുക്ക് പിന്നെ ലിഫ്റ്റൊക്കെ വിളിച്ച് പോവാനി. ഓക്കെ ഇവിടെയൊക്കെ വല്ലതും നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ടെഡ്ഡി ബിയറൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ ഒരു തേങ്ങയും ഇല്ല. കുറേ ബൈബിൾ പോലത്തെ എന്തൊക്കെയോ ബുക്കൊക്കെ ഇരിപ്പുണ്ട്. സോ നമുക്ക് എന്തായാലും അടിയിലോട്ട് ചാടി ഇറങ്ങാം. ഓക്കെ കള്ളിപ്പെണ്ണ എവിടെയാന്ന് നോക്കാം. കള്ളിപ്പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. കള്ളിപ്പെണ്ണോയ്. എന്നിട്ട് നമുക്ക് ഈ സാധനം ഞെക്കി മേലോട്ട് പോണം. ഓക്കെ കള്ളിപ്പെണ്ണ നമ്മൾ പോവാട്ടാ. ടാറ്റാ. അയ്യോ ഗൈസിന് മേലോട്ട് കയറി വരില്ലേ പെണ്ണ്. കള്ളിപ്പെണ്ണേ നമ്മൾ ഏറ്റവും മേലത്തെ ഫ്ലോറിലോട്ടാണ് ഗൈസ് പോണേ. ഇറങ്ങണോ? ഓക്കെ ഗ്രാനിനേക്കാളും അലമ്പ് ഇവനാണ് ഗൈസ്. ഓക്കെ കള്ളിപ്പെണ്ണേ അമ്പോ മറ്റേ സ്ട്രാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാലിൽ കുടുങ്ങി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രാപ്പ് ഇടുന്ന സൗണ്ടൊക്കെ നമ്മൾ കേട്ടു. ടൈറ്റൻ ടൈമർ ഇവിടെ പേടിച്ച് ഇറച്ചിരിക്കാട്ടോ പൊട്ടാൻ. ഗൈസ് ടൈറ്റൻ ടൈമർ പ്രാക്ടീസ് മോഡ് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ നമുക്ക് ഈ ഹൊറർ ഗെയിമൊക്കെ കളിച്ച് ശീലമുള്ളതുകൊണ്ട് നമ്മൾ ഗ്രാനിനെ വട്ടത്തിലിട്ട് ഓടിക്കുകയാണ് ഗൈസ് ഇവിടെയൊക്കെ. കള്ളിപ്പെണ്ണനെ നമുക്ക് വിളിച്ചു വരുത്തിയാലാ. ഗ്രാനി സത്യം പറഞ്ഞ പാവം കേട്ടോ. ഗ്രാനിയുടെ മോളോ സ്ലൻഡ്രീന പ്രേതമാണ് ഗൈസ്. സ്ലൻഡ്രീനെ കൊണ്ടുവരാനായിട്ട് സ്വന്തം ആത്മാവൊക്കെ കൊടുത്ത ഒരാളാണ് ഗൈസ് ഈ ഒരു ഗ്രാനി. സോ സ്വന്തം ആത്മാവ് കൊടുത്തിട്ട് കാര്യമല്ലോ, പുള്ളിക്ക് ജീവിക്കണ്ട പുള്ളിക്കാരത്തേക്ക്. അതിനാണ് നമ്മളെ പിടിച്ചു വെച്ചോക്കുന്നത്. പക്ഷെ നമ്മളോട് കളിക്കാൻ നിൽക്കണ്ട, പെട്ടത്തല പൊളിക്കും ഗൈസ് നമ്മൾ. ഇത്രയേ ഉള്ളൂ. തേങ്ങ ഉടക്കണ പോലെ ഉടയ്ക്കും. ഓക്കെ നമുക്ക് എന്തായാലും ലിഫ്റ്റും വെച്ച് താഴോട്ട് പോവാം. ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കള്ളിപ്പെണ്ണ് വേറെ ഇങ്ങോട്ടാണ് ഗൈസ് പോയത്. കള്ളിപ്പെണ്ണ് ഇനി ഏത് കാട്ടിലാണാവോ? കള്ളിപ്പെണ്ണേ നമ്മളിത് താഴോട്ട് വരാണ് ഗൈസ്. ഈ ലിഫ്റ്റിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ടോ ഗൈസ്? പക്ഷെ എന്ത് വൃത്തിയുടെ സൗണ്ടാണ്. കള്ളിപ്പെണ്ണ എവിടെ? ഇവിടെയൊക്കെ ഉണ്ടാവും. അമ്പോ ട്രാപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയോ ട്രാപ്പ് ഇടുന്നുണ്ട്. ട്രാപ്പാനുള്ള പരിപാടിയാപ്പോൾ. നമ്മൾ ട്രാപ്പിലൊന്നും വിടില്ല. നമ്മൾ ഈ ട്രെയിൻ ആക്സിലേറ്റർ വെച്ചിട്ട് ഒരു 3 റൗണ്ട് ഈ ഒരു വീടിന് ചുറ്റും ചുറ്റി. ട്രെയിൻ ആക്സിലേറ്റർ ആക്കണമെങ്കിൽ നമുക്ക് തൽക്കാലം ട്രെയിൻ ആക്സിലേറ്റർ ഈ ഡിക്കിയിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫയർവുഡ് എടുത്ത് പോകണം ഗ്യാസ്. ഫയർവുഡ് എടുത്ത് നമ്മുടെ ഓക്കെ എന്തായാലും ഇതിനകത്തുള്ള വരുമായിരിക്കും. കള്ളിപ്പെണ്ണ നമ്മളിവിടെ ട്രെയിൻ ആക്സിലേറ്റർ ഇവിടെ ഇട്ടുണ്ട് കേട്ടാ.
കള്ളിപ്പെണ്ണ ഈ വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ട് ഗൈസ്. കാരണം നമ്മൾ ആ തെക്കോട്ടോക്കി ഇരിക്കുമ്പോൾ ഈ വഴി വന്നടിക്കും. കള്ളിപ്പെണ്ണെ കാണില്ലല്ലേ, സൗണ്ട് കേട്ടില്ലേ? നമ്മൾക്കൊന്ന് മുറ്റടിച്ചിട്ടോടെ ഗൈസ്. ഇത്രയും വലിയ വീടും വലിയ സെറ്റപ്പൊക്കെ ആയിട്ടേ മുറ്റടിക്കാൻ പറ്റില്ല. ആ കയ്യിൽ വലിയ ബാറ്റും പിടിച്ച് നടക്കുക. കള്ളിപ്പെണ്ണിനെ കാണുന്നില്ല. നമ്മൾ ഫയർവുഡ് അതെ കള്ളിപ്പെണ്ണേ വന്നിട്ടേ കള്ളിപ്പെണ്ണ് വന്നിട്ടേ. ഓക്കെ ഓ ഗൈസ് ഇജ്ജ് പോടി. ഓക്കെ കള്ളിപ്പെണ്ണേ, നമുക്ക് കള്ളിപ്പെണ്ണിനെ വട്ടം തിരുത്തി. ഇവിടെയൊക്കെ ട്രാപ്പൊക്കെ ഉണ്ടാവും. സോ നമ്മൾ നോക്കി കണ്ടൊക്കെ വേണം പോണെങ്കിൽ. നമുക്ക് നേരെ ഫയർവുഡ് നേരെ അവിടെ കൊണ്ട് വെക്കാം. എന്നിട്ട് നമുക്ക് പോവാം. കള്ളിപ്പെണ്ണ് ചിലപ്പോൾ ഇവിടേക്കല്ലേ ഇവിടെ ട്രാപ്പ് ഇടുന്ന സൗണ്ട് നമ്മൾ കേട്ടായിരുന്നു. ഇവിടെയൊക്കെ ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ട് ഒക്കെ ചത്ത്. ഗൈസ് ഇവിടെ തന്നെയല്ലേ ഗൈസ് ഫയർവുഡ് വെക്കണ്ടേ? ഇജ്ജ് പൊടി. ഓക്കെ എണീറ്റ് പൊടി. നമുക്കെന്തായാലും അടിയിലോട്ട് ചാടിയിട്ടുണ്ട്. ഇനി ഏത് വഴി കൂടെ വരാമെന്നൊരു പിടുത്തമില്ല. ഈ ഒരു കിച്ചണിലെ വഴി കൂടെയാണ് ഗൈസ് പുള്ളിക്കാരി പോയത്. അപ്പോൾ ഈ കിച്ചണിലെവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അമ്പോ കണ്ട് ഗൈസ് അധികം തലയിട്ട് നോക്കണ്ട. ആ വലിയ ബാറ്റ് വെച്ച് അടി കിട്ടും. ഓ ഗൈസ് തള്ള പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. ഇറങ്ങി പൊടി. ഇജ്ജ് പൊടി. കളിപ്പണ്ണേ പോ. ഓ അനുസരണയുണ്ടപ്പോൾ. ഓക്കെ പറയാൻ പറ്റില്ല, ഇപ്പോൾ വരും കള്ളിപ്പെണ്ണേ. ഓക്കെ അവിടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു പേടി വരുന്നുണ്ട് ഗൈസ്. കോമഡി ഗെയിമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിംഹത്തിൻ്റെ മടയിലേക്കല്ലേ കയറി ചെന്നത്? കള്ളിപ്പെണ്ണിൻ്റെ മടയിലേക്കല്ലേ കയറി ചെന്നത്? ഗ്രാനി ഓ വെപ്പണിക്ക് കളി മാറി. ഗ്രാനിയാ തലയൊക്കെ സെറ്റാക്കി വെച്ചോ. എടാ അലമ്പ് കാട്ടല്ലേ. നമുക്കിനി നേരെ കല്ല് പറക്കാൻ പോവാം. കള്ളിപ്പെണ്ണേ തല സെറ്റാക്കി വെച്ചോ. തല കണ്ണില്ല ഗൈസ്. പിന്നെ ഇപ്പോൾ തല സെറ്റാക്കി വെക്കാൻ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അമ്പോ ഓ ഗൈസ് ഇജ്ജ് പോടി. കല്ല് പറക്കാനും സമ്മതിക്കില്ല പണ്ടാറം. കല്ല് പറക്കാനെങ്കിലും സമ്മതിക്കടി. ഓക്കെ കല്ല് വിറ്റെങ്കിലും ജീവിക്കട്ടെ. ഈ കല്ലൊക്കെ നിൻ്റെ മേത്തൊരു ഉൽക്ക വന്ന് പതിക്കുന്ന പോലെ പതിക്കും. നോക്കിക്കോ ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ട്. ഓക്കെ കല്ല് പറക്കാണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല. സോ കല്ല് പറക്കിയിട്ട് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോകണം. കണ്ട് ഇപ്പം കാണും. സോ അപ്പോഴേക്കും നമുക്ക് സ്റ്റോണൊക്കെ എടുക്കാം. കണ്ടില്ലേ ഗൈസ്? കണ്ടില്ല കണ്ണു പൊട്ടത്തി കണ്ടില്ല ഗൈസ്. അവിടെ ട്രാപ്പ് ഇട്ട് പോയി. കണ്ട്. ഈ പണ്ടാരം കള്ളിപ്പെണ്ണ എനിക്ക് സ്വഭാവം എൻ്റെ മാറുന്നുണ്ട്. കൊഞ്ചിച്ചിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. ടൈറ്റൻ ടൈമർ പേടിച്ചിപ്പോ നിക്കറിൽ മുള്ളി വെക്കും ഗൈസ്. ഇപ്പോൾ മുള്ളല്ലേട്ടാ. നേരത്തെ നമ്മൾ ഗ്രാനീൻ്റെ അണ്ണാക്കിയുടെ സൈഡിൽ കൂടെ പോയില്ല. അപ്പൊക്കെ ടൈറ്റൻ ടൈമറുടെ മോന്ത കാണണം ഗൈസ്. സോറി ടൈറ്റൻ ടൈമർ, നിന്നെ ഞാൻ വീഡിയോയിൽ വെച്ച് അപമാനിച്ചു. സോറി ഫോർ ദാറ്റ്. ഞാൻ നിന്നെ ഗ്രാനി എവിടെയാന്ന് അറിയണ്ട. പിന്നെ ഈ പരിസരത്തൊന്നും ഒറ്റ കല്ലില്ല ഗൈസ്. അത് കല്ലല്ല, നമ്മുടെ ട്രെയിൻ ആക്സിലേറ്ററാണ്. ഇതെന്തറാ വീടിന് ചുറ്റും മറ്റേ ട്രാപ്പാണ് ഗൈസ്. നമ്മളതിൻ്റെ അണ്ണാക്കിനൊന്നും ചേർന്ന് കയറണ്ട. നമുക്ക് എന്തായാലും ഇവിടെ ഒരു കല്ലുണ്ടായിരുന്നല്ലേ. ഡേയ്
നമ്മൾ വന്നപ്പോഴേക്കും കല്ല് പോയി. ആ ഇവിടെ അടിയിൽ. ഓ ഭിത്തിൻ്റെ അടിയിലൊക്കെ കയറിയിരിക്കുകയാണ് ഗൈസ്. കൊച്ചു കള്ളൻ, നമുക്ക് എടുക്കാൻ പറ്റില്ല അത്. ഓക്കെ. ഓ ചെറിയ നീര് വെച്ചിട്ട് ഗൈസ് ക്ഷമിക്കുക. കള്ളിപ്പെണ്ണ എവിടെയാണാവോ? പക്ഷെ എനിക്ക് ഐസ്ക്രീം ഞാൻ കളിക്കുന്നേക്കാളും എൻജോയ് ആയിട്ടാണ് ഗൈസ് ഈ ഗ്രാനി കളിക്കുന്നത്. ഗ്രാൻഡ് പെക്കാണ് ഞാനൊരു 200 മീറ്ററൊക്കെ ഓടിയേനെ ഗൈസ്. ഗ്രാനി ആയ കാരണം കുഴപ്പമില്ല, പുള്ളി പതുക്കെ നടന്നു വരത്തുള്ളൂ. പിന്നെ ബാറ്റോണ്ട് അടി കിട്ടുമ്പോൾ ഒന്നും വലിയ സീനില്ല. പക്ഷെ ഗ്രാൻഡ് പെ അങ്ങനെയല്ല. ഗ്രാൻഡ് പെ പതിയെ നടന്നു വരില്ലെങ്കിൽ കയ്യിൽ തോക്കില്ലേ, അടിച്ചിട്ടും ഗൈസ്. എവിടെ കള്ളിപ്പെണ്ണ എന്തിയാ? ഗ്രാനി മോളെ ഇറങ്ങി വാ. ദേ അവിടെ കല്ല്. ആ കല്ല് പറക്കണ നേരത്തെ ആയിരിക്കും പെട്ടെന്ന് തലേ അടി കിട്ടുക. ഓക്കെ 3 കല്ല്. കല്ലെടുക്കാം പോട്ടാ. ഓക്കെ കള്ളിപ്പെണ്ണ എവിടെ പോയി കിടക്കാണ്? കള്ളിപ്പെണ്ണനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് വേണം എനിക്ക് ആ വെപ്പൺ കീ എടുക്കാൻ. അല്ല വെപ്പൺ, നമ്മുടെ വേപ്പെണ്ണ മറ്റേ അയ്യോ സാധനത്തിന് സ്ലിം ഷോട്ട് എടുക്കാൻ. ഓ ഈ സാധനത്തിൻ്റെ ഒരു സൗണ്ടും ഇല്ല കേട്ടോ. അടിയിലിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കനം കുറഞ്ഞ സാധനം ആയതുകൊണ്ട് തന്നെ വലിയ സൗണ്ടൊന്നും ഇല്ല ഇതിന്. ഈ സാധനത്തിന് നല്ല സൗണ്ടല്ലേ ഗൈസ്? ഇപ്പം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഓക്കെ. എവിടെ ഗൈസ് ഗ്രാനി? ആ വരുന്നുണ്ട്. ഒരിക്കൽ അത് ഞാൻ കണ്ടു. ഓക്കെ. ഓ ടൈറ്റൻ ടൈമർ മേടിച്ച്. ഓക്കെ കണ്ട് കള്ളിപ്പെണ്ണ തല നോക്കി വെച്ചോട്ടാ. തല സെറ്റാക്കി വെച്ചോ. തലയിൽ വേപ്പെണ്ണയൊക്കെ തേച്ച് ഒരുങ്ങി വെച്ചോ. ഇനി എൻ്റെ ഊഴം. യെസ്, ദിസ് ഈസ് മൈ ടൈം. വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഗ്രാനി വരുമ്പോൾ എനിക്ക് ഒന്നാമത്തെ ഗെയിമിലൊന്നും തീരെ ഉന്നില്ലാത്ത ആളാണ് ഗൈസ് ഞാൻ. ഓക്കെ വരട്ടെ ഗ്രാനിത്തുള്ളോയ് കള്ളിപ്പെണ്ണേ എന്താ? ഓക്കെ നമ്മളത് വിളിച്ചു വരുത്തിയിട്ടുണ്ട് പുള്ളിക്കാരിയെ. ഓക്കെ വരുന്നുണ്ട്. വരട്ടെ. അമ്പോ തലക്കിട്ട് കൊടുത്തു ഗൈസ്. 2 മിനിറ്റിന് ഷട്ട് ഡൗൺ ആണ് പുള്ളി. ഓ ഒരു സ്വസ്ഥതയുണ്ട് ഗൈസ്. ഇപ്പോൾ 2 മിനിറ്റത്തേക്ക് പുള്ളിക്കാരി ഷട്ട് ഡൗൺ. നമുക്കിനി എന്ത് കോപ്രായം വേണേലും ഈ ഒരു ഇവിടെ കാണിക്കാം ഗൈസ്. പക്ഷേ നമുക്ക് വേറൊരു ഇതും കൂടി ഉണ്ട്. നമ്മുടെ എന്താ പറയുക മറ്റു സംഭവം മാറിക്ക് കുഞ്ഞിപ്പെണ്ണ. ഇതെന്ത് കയ്യിൽ ബാറ്റൊക്കെ പിടിച്ച് കട്ടപ്പടിമ കിടന്ന് ഉറങ്ങിക്കോട്ടെ. 2 മിനിറ്റ് നേരമുള്ളൂ ഗൈസ്. ഈ 2 മിനിറ്റും കൊണ്ട് നമുക്ക് ആ 2 മിനിറ്റ് നമ്മൾ വെറുതെ കൊഞ്ചിച്ച് കളയാൻ പാടില്ല. വളരെ വിലപ്പെട്ട 2 മിനിറ്റാണ് ഇതൊക്കെ. ആ ട്രാപ്പിലെങ്ങാനും കൂടി കഴിഞ്ഞാൽ 2 മിനിറ്റ് അങ്ങനെ പോകും ഗൈസ്. ഓക്കെ നമ്മൾ ഈ സാധനം പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തിട്ടാ ഉള്ളത് നോക്കാം. ഒരു തേങ്ങയില്ല. ഓക്കെ അപ്പോൾ നമുക്ക് ക്രോബാറിൻ്റെ അടുത്ത് പോകാം. ക്രോബാർ എടുക്കുക, തുറക്കുക. ഓക്കെ നമുക്കിനി പെട്ടിയൊക്കെ തുറന്ന് നോക്കണം ഗൈസ്. ഈ പെട്ടീൻ്റെ അകത്ത് ചിലപ്പോൾ കൊട്ടത്തേങ്ങയാവും. അല്ല ഷെഡ് കീ. ഓക്കെ ഗൈസ് നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു ഷെഡ് കീ എടുത്തിട്ട് നമുക്ക് എന്തായാലും ഷെഡ് പോയി തുറക്കാം. അവിടെ ചിലപ്പോൾ ടെഡ്ഡി ബിയർ വല്ലതും ഉണ്ടെങ്കിലോ. ഓക്കെ ഗ്രാനി എണീറ്റിട്ടുണ്ടാവില്ല, ഇരിക്കുമല്ലേ. 2 മിനിറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഓക്കെ എപ്പോഴും കിടന്നുറങ്ങാവും. അല്ല പുള്ളി എണീറ്റ് പോയി. ഓക്കെ പുള്ളിക്കാരത്തി എണീറ്റ് പോയി. ഓക്കെ ട്രാപ്പൊക്കെ സൈഡിൽ കിടക്കുന്നുണ്ട്. അയ്യോ ഗൈസ് നമ്മുടെ കവണ മറ്റേ റൂമിലാണ്. പക്ഷേ അതും എടുത്ത് വരായിരുന്നു. ഓക്കെ ഒരു കല്ല് കിടപ്പുണ്ട്. കല്ല് നമുക്ക് പിന്നെ പറക്കാം. നമുക്ക് ആദ്യം പോയി ഷെഡ് തുറക്കാം. ഓക്കെ ഷെഡ് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ഓ ഗൈസ് ഈ സാധനം ഇലക്ട്രിക് സ്വിച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും കൺഫേം ചെയ്യാം ട്രെയിൻ എസ്കേപ്പ് തന്നെയാണ്. ഓക്കെ ഞാൻ ഈ വഴിയൊക്കെ ഓടി വരുമായിരിക്കും ഗൈസ്. ടൈറ്റൻ ടൈമർ ഇപ്പം എണീറ്റ് ഓടാനുള്ള പരിപാടിയാണ്. ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ടൈറ്റൻ ടൈമർ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യുക. ടൈറ്റൻ ടൈമർ നമ്മുടെ വീഡിയോയിലൊക്കെ വളരെ ഫണ്ണി ആയിട്ടാണ് ഗൈസ് പെരുമാറുന്നത്.
ഫണ്ണാണ് ഗൈസ് നമ്മുടെ മുഖ്യം. ഹൊറർ ഗെയിം ആയാലും നമ്മൾ ഫണ്ണായിട്ട് കാണുന്നതൊക്കെ. ആ കള്ളിപ്പെണ്ണ അവിടെ പോയി. നമ്മൾ ഷട്ട് ഡൗൺ ആക്കിയില്ലേ പുള്ളിക്കാരിനെ. പക്ഷെ എണീറ്റ് പോയിണ്ടായിരുന്നു. 2 മിനിറ്റ് നേരം കഴിഞ്ഞാവോ ഗൈസ്. അവിടെ നിന്നൊക്കെ നടന്നു വരുന്നൊരു സൗണ്ട് കേൾക്കണ്ട. ആ ട്രാപ്പൊക്കെ പോയി. ഓ നമ്മൾ നടക്കുന്ന സൗണ്ടാണ് ഗൈസ് അത്. ഓക്കെ, നമുക്ക് എന്തായാലും ജനറേറ്റർ സ്വിച്ച് പോയി അവിടെ പോയി ഘടിപ്പിക്കാം. ഈ വഴിയെങ്ങാനും നടന്നു വരുന്നുണ്ടെ പെട്ട്. സ്തോത്രം. ഓക്കെ, പേടിപ്പിക്കല്ലടാ പട്ടി. ഓ അയ്യോ ഈ ജന്തു. അയ്യോ ഗ്രാനി ഇപ്പൊ വരും. എല്ലാം വെച്ച് ഓണാക്കടാ. മിണ്ടാണ്ടിക്കറാ. ഗ്രാനി ഇപ്പൊ ഓടി വരും. കണ്ട്. അയ്യോ ഗൈസ്, ഗ്രാനിയേ. നമുക്ക് റോബോട്ട് നമുക്ക് നല്ല കാര്യമാണ്. അടിക്കരുത്. അയ്യോ വന്ന്. അയ്യോ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും കണ്ണോട് നോക്കിയിരിക്കായിരുന്നു ഗൈസ്. ചിരിക്കണ്ട ടൈറ്റാണ് ക്യാമറ. കുഴപ്പമില്ല. വീഡിയോയിൽ ഫണ്ണാണ് ഗൈസ് മുഖ്യം. ഓക്കെ, ഗൈസ് റിവെഞ്ച് കൊടുക്കണം ഗൈസ്. എന്റെ കവണ എവിടെ? കുഞ്ഞമ്മ ആയുധം. ഓക്കെ, 2 ഉണ്ടുണ്ട് ഗൈസ് ഇതിൽ. 2 ഉണ്ടുണ്ടല്ലേ ഇതിൽ. ഓ നമ്മൾ നേരത്തെ ഒരു കല്ല് പറക്കിയായിരുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ വന്ന് ആ അലാറം സൗണ്ട് ഉണ്ടാക്കും. അപ്പം എന്തായാലും തള്ള ഇങ്ങോട്ട് വരും. നമുക്ക് തല നോക്കിയൊന്നും കൊടുക്കുക ഗൈസ്. എൻ്റെ തലക്കിട്ട് തന്നില്ലേ റിവെഞ്ച് ഗൈസ്. ഇതാണ് കർമ്മ. ഓക്കെ, സൈഡിലെല്ലാം ഉണ്ടാ. ഓക്കെ, ഇല്ല. ഓക്കെ, വാതല്ലേ. ഓക്കെ, ആദ്യം ഇവനിട്ടൊന്ന് പൊട്ടിക്കണം ഗൈസ്. പക്ഷെ നമുക്ക് സ്ലിംഗ് ഷോട്ടിൻ്റെ ഇത് കളയാൻ പറ്റില്ല. കുറച്ചുകൂടി ഒച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്ക്. ഗ്രാനി വരണം. ഫോണൊക്കെ അപ്പോഴേക്കും ഓഫ് ആവാനൊക്കെ പോയി. ഗ്രാനിയേ, കുഞ്ഞമ്മേ, കള്ളിപ്പെണ്ണേ, വാ. ഗ്രാനിക്ക് സ്വന്തമായിട്ട് ട്രെയിനൊക്കെ ഉണ്ട് ഗൈസ്. ട്രെയിൻ ഓടിച്ചാൽ എങ്ങോട്ടേലും പൊക്കോണം ഗൈസ്. വരുന്നുണ്ട്. കള്ളിപ്പെണ്ണേ, തല നോക്കിയാണ് ഗൈസ് കൊടുക്കേണ്ടത്. തല. ഓക്കെ ഗൈസ്, ഇനി ഒരു കല്ലും കൂടി പറക്കി എനിക്ക് ഈ റോബോട്ടിന് കൊടുക്കണം ഗൈസ്. മാറിക്ക് കുഞ്ഞമ്പിള്ളേ. അയ്യോ എടാ, ചത്ത് കിടന്നാലും തള്ളക്ക് റിവെഞ്ച് എടുക്കാൻ അറിയാം. ഗൈസ്